എ.പി. ജയരാജൻ വധശ്രമ കേസിൽ കെ.പി.സി.സി. അധ്യക്ഷൻ കെ. സുധാകരൻ എം.പിക്കെതിരെ പകപോക്കൽ നീക്കവുമായി സംസ്ഥാന സർക്കാർ. വധശ്രമ കേസിൽ കേരളം സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി. കേസിൽ കെ. സുധാകരനെ കുറ്റവിമുക്തനാക്കിയ ഹൈക്കോടതി നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് സംസ്ഥാനം അപ്പീൽ നൽകിയത്. ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചു. ഇ.പി. ജയരാജൻ വധശ്രമ കേസിൽ ഗൂഢാലോചന കുറ്റമായിരുന്നു കെ. സുധാകരനെതിരെ ചുമത്തിയിരുന്നത്. എന്നാൽ സുധാകരനെതിരെ തെളിവുകൾ ഇല്ലെന്നായിരുന്നു ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. അതേസമയം അദ്ദേഹത്തിനെതിരെ ശക്തമായ തെളിവുകളുണ്ടെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച അപ്പീലിൽ പറയുന്നു. ആന്ധ്രാപ്രദേശിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ 2 പേർ മാത്രമാണ് വിചാരണ നേരിട്ടത്. ഗൂഢാലോചനയിൽ സുധാകരൻ ഉൾപ്പെടെയുള്ളവരുടെ പങ്ക് കേരള പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയതാണ്. ഈ സാഹചര്യത്തിൽ ഹൈക്കോടതി ഉത്തരവ് അടിയന്തരമായി റദ്ദാക്കണമെന്നാണ് ആവശ്യം. സ്റ്റാൻഡിംഗ് കൗൺസിൽ ഹർഷദ് വി ഹമീദാണ് സർക്കാരിന്റെ അപ്പീൽ സമർപ്പിച്ചത്. 1995 ഏപ്രിൽ 12-നാണ് ഇ.പി. ജയരാജനെതിരെ വധശ്രമം നടന്നത്. ചണ്ഡീഗഡിൽ നിന്ന് പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് തീവണ്ടിയിൽ കേരളത്തിലേക്ക് മടങ്ങവെയായിരുന്നു ആക്രമണം. രാവിലെ 10 മണിയോടെ ഇ.പി. ജയരാജൻ തീവണ്ടിയിലെ വാഷ് ബേസിനിൽ മുഖം കഴുകുന്നതിനിടെ ഒന്നാം പ്രതിയായ വിക്രം ചാലിൽ ശശി വെടിയുതിർക്കുകയായിരുന്നു. ഇ.പി. ജയരാജന്റെ കഴുത്തിനാണ് വെടിയേറ്റത്. ശശിക്ക് പുറമെ പേട്ട ദിനേശൻ, ടി.പി. രാജീവൻ, ബിഞ്ചു കെ. സുധാകരൻ എന്നിവരാണ് കേസിലെ മറ്റു പ്രതികൾ. പ്രതികൾ തിരുവനന്തപുരത്ത് താമസിച്ച് ഗൂഢാലോചന നടത്തിയെന്നും തുടർന്ന് ശശിയെയും ദിനേശനെയും ജയരാജനെ ആക്രമിക്കാൻ നിയോഗിച്ചെന്നുമാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. വെടിവെപ്പ് സംഭവം നടന്ന് 13 പതിറ്റാണ്ടോളമായപ്പോഴാണ് സുധാകരന് ആശ്വാസവിധി ലഭിക്കുന്നത്. 1995 ഏപ്രിൽ 12-ന് ചണ്ഡീഗഡിൽ CPM പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് രാജധാനി എക്സ്പ്രസിൽ മടങ്ങുമ്പോൾ ആന്ധ്രയിലെ നെല്ലൂർ ഭാഗത്ത് വെച്ചാണ് ജയരാജന് വെടിയേറ്റത്. കേരളത്തിലെയും ആന്ധ്രയിലെയും FIR-കൾ പരിശോധിച്ച കോടതി 2 ഒരേ സംഭവവുമായി ബന്ധപ്പെട്ടതാണെന്ന് വിലയിരുത്തി. 2ലും തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ ഗൂഢാലോചന നടന്നെന്നാണ് ആരോപണം. കേസിൽ 1ഉം 2ഉം പ്രതികളായ പേട്ട ദിനേശൻ, വിക്രം ചാലിൽ ശശി എന്നിവരെ ആദ്യം ആന്ധ്രയിലെ വിചാരണ കോടതി ശിക്ഷിച്ചെങ്കിലും മേൽക്കോടതി കുറ്റവിമുക്തനാക്കുകയായിരുന്നു. ഇത് ചൂണ്ടിക്കാണിച്ച് തന്നെയും കുറ്റവിമുക്തനാക്കണമെന്നാവശ്യപ്പെട്ട് കെ. സുധാകരൻ തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയെ സമീപിക്കുകയായിരുന്നു. എന്നാൽ അദ്ദേഹം ഗൂഢാലോചനയിൽ പങ്കാളിയായതിന് തെളിവുകളുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച് ഹർജി വിചാരണ കോടതി തള്ളുകയും ചെയ്തു. തുടർന്നാണ് സുധാകരൻ ഹൈക്കോടതിയെ സമീപിച്ചതും അനുകൂല വിധി നേടിയതും. എന്തായാലും ഇതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ പകപോക്കൽ ഉണ്ടെന്ന് തന്നെയാണ് നേതൃത്വത്തോട് അടുപ്പമുള്ളവർ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു കേസിൽ സുധാകരനെതിരെ ഈ ഒരു നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്.